ചിന്തിക്കുന്നില്ല. താങ്കൾ ലൈഫിൽ കാത്തുസൂക്ഷിച്ച് കുറേ ഡിസിപ്ലിൻസും കാര്യങ്ങളും തന്നെയാണ്. അപ്പം താങ്കൾ എന്താണ് ആ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എനിക്കത് അതിൻ്റെ ഉത്തരം എന്താണെന്ന് അറിയില്ല. ഞാൻ ഒരു 10 വർഷം മുമ്പത്തെ ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തോളെ. ഇലുമിനാറ്റി 10 വർഷം മുമ്പ് അബദ്ധത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ്. ഈ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരമില്ല. അതിന് ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയെ. എനിക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഇന്നും ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത് ഒരു ഫിലിം ഉണ്ടാക്കുക, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സന്തോഷം ഉള്ളിടത്തോളം കാലം എനിക്ക് സംതിങ് ഐ വാണ്ട് ടു കീപ് ഗോയിങ് ബാക്ക് ടു ഇങ്ങനെയൊക്കെ പോകുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആഗ്രഹങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. യു കൻ ഡ്രീം ആസ് ബിഗ് ആസ് യു വാണ്ട്. ഇപ്പം ഞാൻ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ്. ആൻഡ് ഐ ട്രൈ ഓൾസോ. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. എല്ലാ സ്വപ്നങ്ങളും നടന്നുകൊണ്ടൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും നടക്കാത്തത് ഇസ് ഓക്കെ. പക്ഷെ അതിനുവേണ്ടി ട്രൈ ചെയ്യാത്തത് ഐ എം നോട്ട് ഓക്കെ. അത്രേ ഉള്ളൂ. രാജുവേട്ടാ, ബീങ് സമ്മഡി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാഫിയ ഡോൺ അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്നത് അതിനൊരു പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അതായത് ഒരു എന്താ പറയുക, ഇന്ന ക്യാരക്ടറിൻ്റെ ഫിസിക്കിൻ്റെ പോലെ എന്നൊരു സാധനം ഒരു ബീങ് സമ്മഡിയാണ്. ബീങ് നോബഡി എന്ന് പറയുന്നതിൽ എത്രത്തോളം ടഫുണ്ട്. ഒരു സാധാരണക്കാരൻ മിഡിൽ ക്ലാസ് ആവറേജ് ലെവലിൽ അവൻ ഫേസ് ചെയ്യുന്നത്. ഇപ്പം ഡാർവിൻ്റെ പരിണാമത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് ആവറേജിനെ സ്ട്രഗിൾസും പിന്നീട് അവൻ പ്രതികരിക്കുമ്പോൾ ഉള്ള ഇതിൽ ഉണ്ട്. ഇപ്പം റോബിൻ ഹുഡ് നോക്കുകയാണെങ്കിൽ അതിലെ ഒരു നായകൻ എങ്ങനെ ഇതിലേക്ക് വരുന്നു എന്നുള്ളതുണ്ട്. സപ്തകേശ് ശ്രീ തസ്കരേഷ് ആ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. ഒരു സാധാരണക്കാർ തന്നെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നൊരു ഇതാണ്. അപ്പം ഈ നോബഡിയിൽ എങ്ങനെയാണ് രാജീവ്? ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്നെ ഏതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ദ ഡിസ്റ്റൻസ് ടു സംബഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ടു നോബഡി ഈസ് യൂഷ്വലി ദ സെയിം. കാരണം രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ അടുത്ത ഞാൻ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ആമിർലിയിൽ നിന്നും ഒരേ ദൂരമാണ് എനിക്കുള്ളത്. ഞാൻ രാജീവിനുമല്ല, ഞാൻ ആമിർലിയുമല്ല. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരേ ദൂരത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവരിലേക്ക് എത്താനുള്ള പ്രോസസ്സ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് ആസ് എൻ ആക്ടർ ഇതിൽ എൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു തിരക്കഥാകൃത്ത് ആ ക്യാരക്ടറിനെ എഴുതി, ഒരു സംവിധായകൻ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തു. അവരെനിക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് നമ്മളത്. അപ്പം ഞാൻ അവർ പറയുന്നതിൽ നിന്നും അവരെഴുതിയ തിരക്കഥ വായിച്ചതിൽ നിന്നും ഞാൻ ഇമാജിൻ ചെയ്യുന്നൊരു രാജീവനുണ്ട്. ആ രാജീവനെയാണ് ഞാൻ പെർഫോം ചെയ്യുക. അപ്പോൾ ചില സമയങ്ങളിൽ നിസാം പറയുന്നത് ഇതല്ല, ഇങ്ങനെയല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഞാൻ നിസാമിനോട് പറയുന്ന സമയത്ത് എനിക്ക് ഇത് വർക്കാവില്ല, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി അത് ചിന്തിച്ചത്, ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചോദിക്കും. ആ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സിൻ്റെ എൻഡിൽ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് രാജീവനും. ഇതുപോലൊരു കൊളാബറേറ്റീവ് പ്രോസസ്സിൻ്റെ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് നജീബും അല്ലെങ്കിൽ ഖലീഫയിലെ ആമിറലിയും വാരണാസിയിലേക്കും മുമ്പേയും ഒക്കെ തന്നെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് ദ സെയിം ഫോർ മീ. ബീയിങ് somebody, being nobody, it's all the same.